ബീട്രൂട്ട് പപ്പടം തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യം തന്നെ ചെറിയൊരു ബീട്രൂട്ട് വേവിച്ച് അരച്ച് വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് ചവ്വരി നല്ലതുപോലെ കുതിർന്നതിന് ശേഷം കുക്കറിലിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ചൊന്ന് തണുത്തതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇതിലേക്ക് തന്നെ ഞാൻ ബീട്രൂട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അരച്ചെടുക്കുമ്പോൾ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1/2 ടീസ്പൂൺ എള്ള്, 1/2 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി എന്നിവ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതുപോലെ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്നിങ്ങനെ പരത്തിയെടുക്കാം. ഒരു ഷേപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ വള വെച്ച് കൊടുത്തിട്ടുള്ളത്. ഉണങ്ങി തുടങ്ങുമ്പോൾ നമുക്കിത് ട്രേയിൽ നിന്ന് അടർത്തിയെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് നന്നായി തന്നെ ഉണക്കിയെടുക്കാം. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. നല്ല ട്രാൻസ്പെറൻ്റ് ആയി നല്ല ഭംഗിയായി തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് വറുത്ത് നോക്കാം. ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് വറുത്ത് കോരിയെടുക്കാം. എണ്ണയുടെ ചൂട് ഒരുപാട് കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയി തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ഹെൽത്തിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ.